ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നൊരു ഫുൾ ഡേ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു ഇന്നെനിക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. ഈ ഒരു വ്ളോഗിൽ ഞാൻ സദ്യക്കുള്ള കൂട്ടിൻ്റെ കുറച്ചധികം റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ നല്ല മഴയോട് കൂടിയിട്ടാണ് എനിക്ക് ദിവസം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. 2 ദിവസം മുമ്പൊക്കെ നല്ല ചൂടായിരുന്നു. പെട്ടെന്ന് മഴയിലേക്ക് വന്നപ്പം പ്രത്യേക ഒരു വൈബ് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ രാവിലെ കുറച്ച് ടൈം ഇവിടെ വന്നിങ്ങനെ ഇരിക്കും. ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞിരുന്നല്ലോ, നല്ല കോടയൊക്കെ കാണാൻ ചില ദിവസങ്ങളിൽ. അപ്പം ചെറുതായിട്ട് കോടയൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിങ്ങനെ കുറച്ച് ടൈം ഇരുന്ന് പിന്നെ വേഗം തന്നെ പോയി ചായ കുടിക്കാൻ നോക്കുകയാണ്. ഇന്ന് സദ്യ ഉണ്ടാക്കുന്നത് പറഞ്ഞല്ലോ, അപ്പോൾ വേഗം തന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിൽ കയറിട്ടോ. അപ്പോൾ ചായ ഒക്കെ കുടിച്ച് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മോൻ്റെ ഷെൽഫ് ഒന്ന് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വേഗം ഷെൽഫൊക്കെ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ഒന്ന് നല്ലോണം നന്നാക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ കുറേ ആയിപ്പം ക്ലീൻ ചെയ്തിട്ട്, അതുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്തേ ഉള്ളൂ. പിന്നെ വേഗം തന്നെ കിച്ചണിലോട്ട് പോയി. ഞാൻ കിച്ചണിലോട്ട് പോകുമ്പോൾ മോളവിടെ ഇരുത്തി കൊടുത്ത്, ഇവിടെ ഇരുന്ന് കുറച്ച് കളിച്ചോളും, അങ്ങനെ കളിപ്പിക്കലുണ്ട് ഞാൻ ഇവിടെ ഇരുത്തിങ്ങാഞ്ഞ്. അപ്പോൾ കുറച്ചധികം ടൈം ഇവിടെ ഇരുന്നോളൂ കളി. അപ്പോൾ മോളവിടെ ഇരുത്തിങ്ങാഞ്ഞ് ഞാൻ വേഗം കിച്ചണിലോട്ട് പോയി. അവിടെ ഉമ്മ ആദ്യം തന്നെ ഉമ്മ രാവിലെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മ അതിലേക്കുള്ള സാമ്പാറൊക്കെ തയ്യാറാക്കുന്നുണ്ട്. സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ വേണമെങ്കിൽ പറയാം, ഇൻഷാല്ലാ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ അതിലേക്കുള്ള കൂട്ടൊക്കെ ഉണ്ടാക്കലാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ പുളിഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, പുളിഞ്ചിക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് അതിലേക്കൊരു 10 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്ത്, പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ അളവ് പറയാട്ടോ ഇഞ്ചി എടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഞാൻ എടുത്തതിൻ്റെയും ചെറുതായിട്ട് വേണം ഇഞ്ചി എടുത്ത് കട്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാനെടുത്ത് കുറച്ച് വലുപ്പത്തിലായി പോയിട്ടുണ്ട്, നേരമില്ലാത്തതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ ഇതിലേക്കുള്ള ഇഞ്ചിയും കൂടി കട്ട് ചെയ്ത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഇഞ്ചിയൊക്കെ ഈ എണ്ണ കിടന്നിങ്ങനെ നന്നായിട്ട് വെന്ത് വരണം. ആ ഒരു ടൈം ആകുമ്പോഴേക്കന്നെ ഞാനിതിലേക്ക് 2 പച്ചമുളക്, ഇത് അത്യാവശ്യം എരിവ് കുറഞ്ഞ പച്ചമുളകാണ് എടുത്തത്, ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കരിവേപ്പില എടുക്കണം. കരിവേപ്പില കുറച്ച് അധികം തന്നെ എടുക്കണം. എൻ്റെ കൈ കുറവായതുകൊണ്ട് ഞാനിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇഞ്ചിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ഉമ്മപ്പുറത്ത് സാമ്പാറൊക്കെ ചട്ടിയിലാണ് സാമ്പാർ വെച്ചത്. എന്നിട്ട് തേങ്ങ വറുത്തരച്ച് പാരാൻ നേരത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ ചെയ്യാൻ. ഞങ്ങൾ തോനെ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറ്. പുളിഞ്ചിൻ്റെ ഇഞ്ചൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്, ഈ പച്ചമണം ഒന്ന് മാറി വരുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു അരമണിക്കൂർ മുമ്പേ 2 ടേബിൾ സ്പൂൺ പുളി എടുത്ത് ഒന്ന് ചൂടുവെള്ളത്തിലിട്ടൊന്ന് മാറ്റി കൊടുത്തിരുന്നു. അപ്പോൾ ആ പുളിയൊക്കെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ആണി ശർക്കരയാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ചെറിയ ജീരകം ചെറുതായിട്ടൊന്ന് പൊടിച്ചങ്ങാൻ കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തങ്ങാൻ മിക്സാക്കിയിരുന്നു. അത് വീഡിയോ എടുക്കാനായിട്ട് മിസ്സായിപ്പോയതാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ടൈമിലും അവിടെ സാമ്പാറിലേക്കുള്ള തേങ്ങയൊക്കെ വറുക്കുന്നുണ്ട്. പിന്നെ അടുത്ത റെസിപ്പി കൈപ്പക്ക പച്ചടിയാണ്. ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു, അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു കയ്പ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ചെറുത് മതിയാവും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കുരുവൊന്നും പൊക്കി കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്കുള്ള മസാല ഒന്ന് വരട്ടാനായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അളവൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ കുറച്ചാണ് എടുത്തത്. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഈ കയ്പ്പൊക്കെ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒന്ന് മസാല പുരട്ടിയെടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് മസാല പിടിപ്പിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇത് എണ്ണയിലിട്ടെങ്ങാനും ഒന്ന് വാട്ടി കൊടുക്കണം. ജസ്റ്റ് പൊരിക്കാന്നൊക്കെ പറയൂലേ, അപ്പം തോനെ പൊരിക്കൊന്നും വേണ്ട, ജസ്റ്റ് എണ്ണയിലിട്ട് 2 സൈഡും ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ വേണ്ടത്. അപ്പം ഞാനിത് ഫുള്ളായിട്ട് എണ്ണയിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിത് ജസ്റ്റ് ഒന്ന് 2 സൈഡും ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് റെഡിയാക്കണം. ഉമ്മൻ്റെ സാമ്പാറിനത് ഇങ്ങനെ അവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈപ്പക്ക പച്ചടിയിലേക്കുള്ള തേങ്ങ ഒന്ന് റെഡിയാക്കാനായിട്ട് ഞാൻ 2 പച്ചമുളകും അതുപോലെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കടുകും, ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. കടുക് ഇട്ടിങ്ങനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇത് നന്നായിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരു ചെറുതായിട്ട് തേങ്ങ ഇങ്ങനെ കടിക്കാൻ കിട്ടൂലേ, ആ ഒരു രൂപത്തിൽ അടിച്ചാൽ മതി. എന്നിട്ട് ഇത് ഞാൻ ചട്ടിയിൽ തന്നെ ഇത് സെറ്റാക്കി എടുക്കണം കേട്ടോ. ചട്ടിയിൽ വേവിക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഞാൻ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചിട്ടുണ്ട്, അതുപോലെ ചെറിയ ജീരകവും വറ്റൽമുളകില്ലേ, വറ്റൽമുളകും ഇട്ട് കൊടുത്ത് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്ത് അതിൽ ഈ ഒരു തേങ്ങ വറുത്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു കൈപ്പക്ക പച്ചടിക്ക്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് കയ്പ്പ് ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈരാണ് വേണ്ടത്. അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് തന്നെ എടുക്കുക. തൈര് ഒഴിച്ച് കൊടുക്കുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം തൈര് ഒഴിച്ച് കൊടുക്കാനായിട്ട്. തൈര് ഒഴിക്കുമ്പോൾ തീ ഓണാണെങ്കിൽ ഇത് ചിലപ്പം ഇത് പിരിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തീ ഓഫാക്കി കൊടുത്താലാണ് തൈര് ഒഴിച്ച് കേട്ടോ. ഇനി ഇതിലേക്ക് കയ്പ്പൊക്കെ ഇട്ടുങ്ങാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത്രയല്ലോ കേട്ടോ, കൈപ്പക്ക പച്ചടി ഉണ്ടാക്കാൻ 2 മിനിറ്റ് കൊണ്ട് ഇത് സെറ്റാക്കി എടുക്കാനായിട്ട് കഴിയും. ഇനി 3ാമത്തെ റെസിപ്പി ബീട്രൂട്ട് പച്ചടിയാണ്. അപ്പം ഇതും പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു ബീട്രൂട്ട് പച്ചടി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് ഞാൻ ഒരു ചീനച്ചട്ടിയിലാണ് സെറ്റാക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് റെഡിയാക്കണം. ഉമ്മ അപ്പുറത്തുനിന്ന് ഉപ്പേരിക്കില്ല അതൊക്കെ കട്ടാക്കി എടുക്കുന്നുണ്ട്. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കരിവേപ്പില, അതുപോലെ 1 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര മതിയാവും കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കണം, തോനെ നേരം അടിക്കരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് വേവിച്ച് ഈ ഒരു ബീറ്റ്റൂട്ടിൻ്റെ മിക്സിലേക്ക് ഈ ഒരു തേങ്ങൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ തേങ്ങൻ്റെ മിക്സിലേക്ക് വേണമെങ്കിൽ 1 കപ്പ് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിത് ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് തീ ഓഫാക്കിയതിന് ശേഷം മാത്രം ഞാൻ 1 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വറവിടാൻ വേണ്ടി അതിനായിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകില്ലേ, വറ്റൽമുളക് ഇട്ടുങ്ങാനാണ് ഇതൊന്ന് വറവ് ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളാണ്, ട്രൈ ചെയ്ത് നോക്കുക. ഞാനൊക്കെ വിചാരിച്ച ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ടഫാണെന്നാണ്, പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് അറിയുന്നത് ഭയങ്കര സിമ്പിളാണ് എന്നുള്ളത്. അപ്പോൾ അതും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു റെസിപ്പിയും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. വീഡിയോ കുറേ ലെങ്തായി പോവും, എന്നാലും സദ്യൻ്റെ ഇതൊക്കെ ഇതിൽ കാണിച്ചില്ലെങ്കിൽ പിന്നെ അത് സ്കിപ്പായി പോവുമല്ലോ. അപ്പം പച്ചടി ഉണ്ടാക്കാനായിട്ടാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് പച്ചക്കറികൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം കേട്ടോ. മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് വെള്ളത്തിൽ വേവിച്ചെടുക്കുക. അതിൻ്റെ മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിങ്ങനെ ഇത് വേവിച്ചെടുക്കുക കേട്ടോ. വേണ്ടത് ഒരുപാട് വേവിച്ചെടുക്കണ്ട, ഒരു പകുതി വേവാകുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്താൽ മതി. ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള തേങ്ങ റെഡിയാക്കണം. ഞാനിവിടെ ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3-4 പച്ചമുളക് എടുക്കുക, കുറച്ച് കരിവേപ്പില എടുത്ത് ഞാൻ അതൊന്ന് അടിച്ചെടുത്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കുളിച്ച് വന്ന് ഫുഡൊക്കെ എടുക്കാനായിട്ട് നോക്കുകയാണ്. ഇത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് എല്ലാം കൂടി ഒന്ന് എടുത്തതാണ്. എല്ലാവരും ഉണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇത് സദ്യ എന്ന് പറയാനൊന്നുമില്ല, ഇനിയും ഇതിൽ ഒരുപാട് കൂട്ടമൊക്കെ വരാനുണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ളത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത്. എൻ്റെ കുറേ നേരത്തെ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നുള്ളത്. സാമ്പാർ എനിക്ക് ഉണ്ടാക്കാൻ അത്രയും കൂടെ ഐഡിയ അല്ല, ഉമ്മ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇൻഷാല്ലാ റെസിപ്പി ഞാനിനി ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് സദ്യയൊക്കെ കഴിക്കാൻ നോക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്, കണ്ട് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഞാൻ വേഗം തന്നെ പോകാൻ നോക്കാണ്. ഇപ്പം തന്നെ ടൈം 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയൊരു ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ടൊക്കെ പോവുകയാണ്. ചെറിയൊരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ടെന്ന് മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ പേര് റിബൺ ആർട്ട് എന്നാണ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഫോളോവേഴ്സൊക്കെ ആയി വരുന്നേ ഉള്ളൂ.
അപ്പോൾ 2-3 ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകാനൊരുങ്ങുകയാണ്. മക്കളെ 2 പേരെയും ഞാനിവിടെ വെച്ച് പോവുക കേട്ടോ. ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ അവിടെ എത്തി വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ നോക്കുകയാണ്. ഇപ്പം ഞാൻ വരുമ്പോൾ തന്നെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ തിരിച്ച് പോകാൻ ഇറങ്ങിയപ്പം മുതൽ മഴ തുടങ്ങിയതാണ്. നല്ല മഴ തന്നെ. ഞാൻ ബൈക്കുമേലായിരുന്നു, അതുകൊണ്ട് നല്ലോണം മഴ കൊണ്ട് ഫുള്ള് മഴയായിട്ടാണ് ഞാൻ വീട്ടിലെത്തിയത് പിന്നെ ഒന്നിനും കഴിയുന്നില്ല. ഭയങ്കര തണുപ്പും പിന്നെ ചെവിയൊക്കെ എന്തോക്കെ പോലെ ഫുൾ മഴ കൊണ്ടിട്ട് അങ്ങനെ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും വലിയ മൂടൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു 6:30-7 മണി ആ ഒരു ടൈം ആവാൻ നേരത്താണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. എന്നിട്ടും മഴ ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നല്ല തലവേദനയാവുന്നുണ്ട്, അപ്പം ചായ ഇട്ട് കുടിക്കാമെന്ന്. അങ്ങനെ ചായയും ബ്രെഡ് വാട്ടുകയും ചെയ്തിരുന്നു ഉമ്മ. അപ്പോൾ അതും കൂടി കൂട്ടി കഴിച്ച് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും അതുപോലെ എൻ്റെ ഈ ഒരു റിബൺ ആർട്ട് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അതുവരേക്കും ബൈ.